എൻ്റെ പേര് പാർവതി നിയാസ്. ഇതെൻ്റെ ഹസ്ബൻഡ് നിയാസ്. എൻ്റെ മകൾ ശ്രേയ പാർവതി. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ് ആയതിന് പകരം കാലിൽ സ്റ്റീലൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷമാണ് ഹസ്ബൻഡിന് നടക്കാൻ വരെ സാധിക്കാൻ തുടങ്ങിയത്. ഹസ്ബൻഡിൻ്റെ ഒരാഗ്രഹം പ്രകാരം ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലിന് സ്റ്റീലിട്ട് കാരണം ഇത്രയും ദൂരം നടക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ തന്നെയും ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 6 മണിക്ക് ഇവിടെ എത്തി നടക്കാനായിട്ട് തുടങ്ങി. ഹസ്ബൻഡ് വളരെ ബുദ്ധിമുട്ടിയാണ് ഹസ്ബൻഡ് നടന്നത്. 1 മണി വരെ ഹസ്ബൻഡ് നടന്നു. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റില്ല. കാരണം കാല് വേദനയും നടുവേദനയും ഒക്കെ ആയിട്ട് സ്റ്റീലിട്ടത് കാരണം ഒട്ടും തന്നെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കിനി ഒട്ടും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ നടക്കണ്ട, ഇവിടുന്ന് തിരിച്ച് പോയിക്കോ, ഞാനിത് കംപ്ലീറ്റ് ആക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഈശോയെയും മാതാവിനെയും ഞാൻ മുറുക്കെ കൈ പിടിച്ച് ഞാനും കറക്റ്റ് 3 മണിയായപ്പോൾ അർത്തിങ്ക് പള്ളീൻ്റെ ഫ്രണ്ടിലെത്തി. എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് ഹസ്ബൻഡിന് നടക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തീരെ വയ്യാത്തതുകൊണ്ടല്ലേ ഇത്രയും നടന്നില്ലേ എന്നുള്ളത്. പിറ്റേ ദിവസം എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. അപ്പോൾ സ്റ്റെപ്പ് കയറി മേലേക്ക് പോയിട്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അപ്പോൾ തീരെ വയ്യാണ്ട് നടക്കാൻ പോലും പറ്റാണ്ട് സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഹസ്ബൻഡ് ഞാൻ മേലേക്ക് കൊണ്ടുപോയി റൂമിൽ എത്തിച്ചത്. പിറ്റേ ദിവസം നേരം വെളുത്ത് ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കേണ്ടതായത് കാരണം വേഗം നേരത്തെ എഴുന്നേറ്റ് പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹസ്ബൻഡ് ഓർക്കാതെ തന്നെ അത് പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. ആരുടെയും ഒരു സഹായമില്ലാതെ സാധാരണ നമ്മൾ എങ്ങനെയാണോ സ്റ്റെപ്പ് ഇറങ്ങുന്നതും കയറുന്നതും അതുപോലെ സ്പീഡിൽ ഇറങ്ങി പോവും, സ്പീഡിൽ കയറി വരും. അതുതന്നെ വളരെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ടും നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നടക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ ഒരു ഗ്രില്ല് പിടിച്ച് ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് വേണം മറ്റേത് ഒരു കാല് 2 വെച്ചിട്ട് വേണം കയറാനായിട്ട്. പക്ഷേ ഇത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ഒരു വേദനയോ കാലിനൊരു ബുദ്ധിമുട്ടോ ഒരു കാലിന് സ്റ്റീലിട്ടതായിട്ടുള്ള ഒരു ഇതും ഇല്ലാണ്ടാണ് ഹസ്ബൻഡ് സ്റ്റെപ്പ് ഇറങ്ങിയതും കയറിയതും. അത് ശരിക്കും ഞങ്ങൾക്ക് ഒരു അത്ഭുതം തന്നെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അത് സാധിച്ചത്? മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് ജപമാല റാലിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. ഇനി രണ്ടാമത് കിട്ടിയ എൻ്റെ വലിയൊരു അനുഗ്രഹം എൻ്റെ മകൾക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്. അത് ഞാനിവിടെ എൻ്റെ മകൾക്ക് പോലും അറിയില്ല. ഞാൻ ഇപ്പോഴാണ് അവളത് കേൾക്കുമ്പോഴായിരിക്കും അവൾ അറിയുന്നുണ്ടാവുക. അവൾക്ക് 6ാം ക്ലാസ്സിലേക്ക് നവോദയയിലേക്കും സൈനികയിലേക്കും എക്സാം എഴുതിയിരുന്നു. അവൾ ഒന്നും പഠിക്കാതെയാണ്. കാരണം നവോദയം സൈനിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് എക്സാമാണ്. അവൾ നവോദയ കുറച്ചൊക്കെ നോക്കിയിട്ടാണ് അവൾ പോയിരുന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് നവോദയ പോയി എഴുതിയതും എല്ലാം ചെയ്തത്. അപ്പം സൈനിക എന്ന് പറഞ്ഞാൽ അവൾക്കൊരു എക്സ്പീരിയൻസ് എന്നുള്ള പോലെ നീ എഴുതിക്കോ, അതിൽ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത്രയ്ക്കും ടഫാണ് സൈനിക. അവൾ കേരള സിലബസാണ്. ഇത് CBSE ആണ് എക്സാം വന്നിരിക്കുന്നത്. അവൾക്ക് റിസർവേഷൻ ലിസ്റ്റിൽ 75 മാർക്ക് വേണം പാസ്സാവാനായിട്ട്. ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെ മാർക്ക് കുറവാണ് വന്നത്. പക്ഷേ ഇന്നലെ രാത്രി സൈനികൻ്റെ റിസൾട്ട് വന്നു. നവോദയ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. റിസൾട്ട് വരാത്തതിൽ അതിലും വലിയ ടെൻഷനായിരുന്നു എനിക്ക്. എന്താണ് നവോദയൻ്റെ റിസൾട്ട് വരാത്തത്? അതിൽ ചെറിയൊരു പ്രതീക്ഷ മാത്രം. മാതാവിനെ ഞാൻ ഈശോ വഴി ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ മാതാവിന് നവോദയൻ്റെ ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ 75 എന്നും 80 മാർക്കൊന്നും ഞാൻ എഴുതിയിട്ട് ബൈബിളിൽ ഞാൻ വെച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി സൈനികൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മകൾക്ക് 79 മാർക്കിൽ അവൾ പാസ്സായി. ഒട്ടും തന്നെ പഠിക്കാതെ പോയി എഴുതിയ എക്സാമായിരുന്നു അത്. എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം നടന്നതെന്ന് എനിക്ക് ഇത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം അത്രയ്ക്കും അർഹതയില്ലാണ്ട് പോയി എഴുതിയ എക്സാമായിരുന്നു. അവളൊന്നും തന്നെ നോക്കാതെ പോയി എഴുതിയ എക്സാമായിരുന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്.
ഞാൻ പ്രേക്ഷിത പ്രവർത്തികൾ ഞാൻ പത്രം കൊടുക്കും. പിന്നെ ഹസ്ബൻഡ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെയും പത്രം കൊടുക്കും. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം ഞങ്ങൾ പാവപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് കഴിയുന്ന പോലെ തന്നെ ഞങ്ങൾ പൈസ ആയാലും അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പറ്റുന്ന പോലെ, കൂടുതലൊന്നും കൊടുക്കാനില്ലെങ്കിലും പറ്റുന്ന പോലെ തന്നെ ഞങ്ങൾ അത് കൊടുക്കാറുണ്ട്. അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി ഇത് 13ാമത്തെയാണ് ഞാൻ പുതുക്കുന്നത്. ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഞാനിത് അമ്മയുടെ ഒരു ഉടമ്പടി എനിക്ക് പുതുക്കാന്ന് പറഞ്ഞത്. അതെനിക്ക് അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിക്കുക എന്നതിലും വലുത് എനിക്ക് എൻ്റെ ഉടമ്പടിയും എൻ്റെ അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവണം. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഉറപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിത അവസാനം വരെ ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുടുംബവും അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ മോള് അനുഗ്രഹം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് തന്ന ആഗ്രഹങ്ങളും സാധിച്ചു തന്നതിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 37 അധ്യായം 3-4 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് വചനത്തിലൂടെയാണ് നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകുന്നതെന്ന് തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മരുന്നോ ലേപനമോ അല്ല, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മരുന്നോ ലേപനമോ അല്ല, ദൈവമായ കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെയാണ് നമുക്ക് സൗഖ്യം നൽകുന്നത് എന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട്. പാർവതി എന്ന ഈ സഹോദരി ജീവിത പങ്കാളി നിയാസിനോടും മകളോടും കൂടി വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ അവർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. പാർവതിയുടെ വാക്കുകളിൽ, എനിക്ക് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയല്ല ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നത്, ഞാൻ കണ്ടിന്യൂസായി 13ാമത്തെ പ്രാവശ്യമാണിപ്പോൾ പുതുക്കിയിരിക്കുന്നത്. അത് എൻ്റെ അനുഗ്രഹങ്ങൾ സാധിക്കുക എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എന്നിൽ രൂപപ്പെടണമെന്നും ക്രിസ്തു കൈമാറ്റം നടത്തണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഈ കുടുംബം അൾത്താരയിൽ കയറി നിൽക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അതാണ് പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ സേവകരോട് പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മുടെ ഉടമ്പടിയിലെ ഒരു വലിയ കർത്തവ്യം അത് തന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. അവൻ പറയുന്നത് മറ്റൊന്നുമല്ല, സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷം നൽകുക എന്നുള്ള ഒരു വലിയ ദൗത്യവും ഒരു പ്രയോഗവുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നാം എവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്, ഒരു ആന്തരിക ബോധ്യമുള്ളവർക്ക് മാത്രമേ ആ അഭിഷേക തൈലം പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയാസിൻ്റെ ജീവിത പങ്കാളിയുടെ കാലിലുണ്ടായ ഒരു ഒടിവ് അവരുടെ എല്ലുകൾക്ക് ഒടിച്ചേരാനായി വലിയ ബുദ്ധിമുട്ടായിരുന്നു. എത്ര തന്നെ ട്രീറ്റ് ചെയ്തിട്ടും അതായത് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജപമാല റാലിയിൽ വളരെ സങ്കടത്തോടുകൂടി വേദനയോടുകൂടി തന്നെ ഈശോയുടെ കുരിശുമരണത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പൂർണ്ണമായും 7 മണിക്കൂർ കൃത്യമായി നടന്നു. അദ്ദേഹത്തിന് മുന്നോട്ടൊരടി വയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പാർവതി തന്നെ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ, ഞാൻ ഈ ഉടമ്പടിയിലെ നിയോഗം കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു സാക്രിഫൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടേ തിരിച്ചു വരുന്നുള്ളൂ. കൃത്യം ഈശോയുടെ ആ മരണസമയം 3 മണിക്ക് അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം പാർവതിക്കുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും നമ്മുടെ നിയോഗവും നമ്മുടെ പ്രവൃത്തിയും പ്രയോഗവും പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും എല്ലാം ഒന്നിച്ച് ചേർന്ന് ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എല്ലാം വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്നാണ് പാർവതിയുടെ ഈ ഏറ്റുപറച്ചിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മകളുടെ സൈനിക എക്സാം നമുക്കറിയാവുന്നതുപോലെ സൈനിക എക്സാം വളരെ ടഫായിട്ടുള്ളൊരു എക്സാമാണ്. നാഷണൽ സിലബസ് ഉള്ളതുകൊണ്ട് അത് കുട്ടികൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലിട്ട് കുഴയ്ക്കുന്ന ഒരു തരം എക്സാമാണ്. അത് 6ാം ക്ലാസ്സിലേക്ക് ഒരു മകൾക്ക് ഇവിടുത്തെ നവോദയേക്കാൾ ടഫായിട്ടുള്ളതാണ്. പക്ഷേ ആ സൈനികയുടെ റിസൾട്ട് തന്നെ ഇവരെ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഓടിയൊന്ന് പരിശുദ്ധ അമ്മയോട്
വളരെ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെ നന്ദി പറയാനുള്ള ഒരു വലിയ ഉത്സാഹത്തോടു കൂടിയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ നിന്ന് നന്ദി പറയുന്നത്. ഒരു തവണ ഈശോ നമ്മെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈശോയെ തൊടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാനുള്ള ഒരു വിളി കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈശോ നമ്മെ തൊട്ടറിഞ്ഞ അനുഭവങ്ങളിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ഈശോയെ തൊടാനുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി ഈശോ സ്പർശിക്കാനുള്ള പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് ഉത്സാഹം കൂടും. നമ്മുടെ പ്രാർത്ഥനകളുടെയും നമ്മുടെ ജീവിത പ്രയോഗങ്ങളുടെയും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളുടെയും അളവും പ്രയോഗവും കൂടും എന്ന് എപ്പോഴും നമ്മെ ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. പെട്ടെന്ന് പെട്രോൾ കത്തുന്നത് പോലെ കത്താൻ നാം വചനത്തിൽ വിശ്വസിക്കുകയും വചനം കൈമാറ്റം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ജീവിതം ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാർവതിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.